ഇന്ന് നമുക്ക് ദുൽഖർ സൽമാൻ കേന്ദ്ര കഥാപാത്രത്തിലെത്തിയ ലക്കി ഭാസ്കർ എന്ന സിനിമയുടെ കഥ നോക്കിയാലോ. കഥയുടെ ചുരുക്കം എന്തെന്നാൽ, മിഡിൽ ക്ലാസ് ജീവിതം ജീവിക്കുന്ന നായകൻ തനിക്ക് എങ്ങനെയും റിച്ച് ലൈഫിലേക്ക് പോകണമെന്നാണ് ആഗ്രഹം. ബാങ്കിൽ ജോലി ചെയ്യുന്ന നായകൻ കാശ് സമ്പാദിക്കാനായി പല തിരിമറികളും നടത്തി. ഒടുവിൽ നായകൻ കടന്നുപോയത് പല പല പ്രശ്നത്തിലൂടെ. അതെല്ലാം തരണം ചെയ്തോ പിന്നീട് എന്തായിന്നൊക്കെ അറിയാൻ എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ നായകനായ ഭാസ്കറിനെ CBI ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. പോലീസ് സ്റ്റേഷനിലേക്ക് ആയിരുന്നില്ല കൊണ്ടുപോയത്. മുൻപ് ഭാസ്കർ ജോലി ചെയ്തിരുന്ന മഗധ ബാങ്കിലായിരുന്നു. അവിടെ വെച്ച് ഒരുപാട് ചോദ്യങ്ങൾ ഭാസ്കറിനോട് ചോദിക്കുന്നു. അതിനെല്ലാം ഭാസ്കർ ഉത്തരവും നൽകുന്നുണ്ട്. അങ്ങനെ ഭാസ്കർ തന്റെ ഓരോ കാര്യങ്ങളും പോലീസുകാരോട് പറയുകയാണ്. ഭാസ്കർ ആണെങ്കിൽ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ജനിച്ചു വളർന്ന ആളാണ്. അവൻ നാട്ടിൽ നിന്നെല്ലാം കടങ്ങളൊക്കെ ഒരുപാട് വാങ്ങിയിട്ടുണ്ട്. അത് കാരണം എപ്പോഴും അവന്റെ വീട്ടിൽ കടക്കാർ കയറി ഇറങ്ങി പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഭാസ്കറിന് ഒരു ഭാര്യയുണ്ട്, സുമതി. അവർക്കൊരു മകനുമുണ്ട്. കോളേജിൽ പഠിക്കുന്ന സമയത്ത് രണ്ടുപേരും പ്രണയിച്ചാണ് വിവാഹവും കഴിച്ചതും. ഭാസ്കറിന് ഒരു സഹോദരനുണ്ട്, നന്നായി പഠിക്കും. സഹോദരിയാണെങ്കിലും പേരിനു വേണ്ടി മാത്രം പഠിക്കാൻ പോകുന്നതാണ്. ഭാസ്കറിന്റെ അമ്മ മരിച്ചുപോയി. ഭാസ്കറിന്റെ അച്ഛൻ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിരുന്നു. എന്നാൽ സ്ട്രോക്ക് വന്ന് കിടപ്പിലായതിൽ പിന്നെ അച്ഛന് സംസാരിക്കുവാൻ പോലും പറ്റില്ല. എന്നാൽ ആവുന്ന കാലത്ത് അച്ഛൻ കുറച്ചൊക്കെ സമ്പാദിച്ചിട്ടുമുണ്ട്. മിഡിൽ ക്ലാസ് ജീവിതം ജീവിക്കുന്ന ഭാസ്കറിനാണെങ്കിലോ എങ്ങനെയും ഉയർന്നു വരണമെന്നാണ് ആഗ്രഹം. ഭാസ്കർ ജോലി ചെയ്യുന്നത് മഗധ ബാങ്കിലായിരുന്നു. ജോലിയോട് അത്രയും ആത്മാർത്ഥതയുള്ള ആൾ കൂടിയാണ് ഭാസ്കർ. തന്റെ ജോലി എത്രയും വേഗം തീർക്കണമെന്നും അത് അത്രയും കൃത്യമായിരിക്കണമെന്നുമുള്ള വാശി ഭാസ്കറിനുണ്ട്. ആയതിനാൽ തന്നെ ബെസ്റ്റ് എംപ്ലോയി അവാർഡും ഭാസ്കറിന് ലഭിക്കാറുമുണ്ട്. ഭാസ്കറിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തും ആ ഒരു ബാങ്കിലെ ക്ലർക്കായാണ് ജോലി ചെയ്യുന്നതും. അവരുടെ ബാങ്കിലാണെങ്കിൽ അസിസ്റ്റന്റ് മാനേജറിന്റെ പോസ്റ്റിലേക്ക് ഒഴിവുണ്ട്. ഭാസ്കർ ആണെങ്കിൽ അത്രയും എഫിഷ്യന്റ് ആയിട്ടുള്ള എംപ്ലോയിയാണ്. മാത്രമല്ല ആ പോസ്റ്റിലേക്ക് വരാൻ ഏറ്റവും യോഗ്യനും ഭാസ്കറാണ്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള മറ്റ് എംപ്ലോയീസ് എല്ലാം കരുതിയത് ആ ഒരു പോസ്റ്റിലേക്ക് വരുന്നത് ഭാസ്കർ തന്നെ ആയിരിക്കുമെന്നാണ്. ഭാസ്കറിനും ആ ഒരു പ്രതീക്ഷ തന്നെയുണ്ട്. ഭാസ്കർ അക്കാര്യം തന്റെ ഭാര്യയെ സുമതിയോടും പറയുന്നു. സുമതിക്കും ഒരുപാട് സന്തോഷമായി. അത് അനൗൺസ് ചെയ്യുന്നത് 2 ദിവസം കഴിഞ്ഞായിരിക്കും. അങ്ങനെ ഭാസ്കറും തന്റെ ഭാര്യ സുമതിയും സുമതിയുടെ സഹോദരന്റെ മകന്റെ ബർത്ത്ഡേ ആഘോഷത്തിനായും പോകുവാനായി തീരുമാനിച്ചു. എന്നാൽ ഗിഫ്റ്റ് വാങ്ങി കൊടുക്കാൻ പോലും ഭാസ്കറിന്റെ കയ്യിൽ കാശില്ലായിരുന്നു. ഭാസ്കർ ആണെങ്കിൽ തന്റെ മകൻ കളിച്ചുകൊണ്ടിരുന്ന പാവയാണെങ്കിൽ അതെടുത്ത് പാക്ക് ചെയ്ത് ഗിഫ്റ്റ് കൊടുക്കുവാനായും കൊണ്ടുപോകാൻ തീരുമാനിച്ചു. മകനാണെങ്കിൽ നല്ല വിഷമമുണ്ട്. ആദ്യമായി ബർത്ത്ഡേ പാർട്ടിക്ക് പങ്കെടുക്കുവാനായി എത്തി അവർക്ക് നേരിടേണ്ടി വന്നത് അപമാനമായിരുന്നു. എന്നെങ്കിലും അവരുടെ ജീവിതത്തിന് മാറ്റമുണ്ടാകും, എന്നെങ്കിലും അവരും നല്ല ഉയർച്ചയിൽ കാശൊക്കെയായി ജീവിക്കുമെന്ന പ്രതീക്ഷ സുമതിക്കുണ്ടായിരുന്നു. അങ്ങനെയിരിക്കെ അസിസ്റ്റന്റ് മാനേജർ ആരാണെന്ന് അനൗൺസ് ചെയ്യുന്ന ദിവസം എത്തി. ഭാസ്കർ ആണെങ്കിൽ സന്തോഷത്തോടെ പ്രാർത്ഥിച്ച് പോകുവാനായി ഇറങ്ങുന്ന സമയമായിരുന്നു. അവൻ കടം വാങ്ങിച്ച ആളാണെങ്കിൽ വീട്ടിൽ വന്ന് പ്രശ്നമുണ്ടാക്കി. അവന്റെ വണ്ടിയും അതിന് പകരമായി കൊണ്ടുപോയി. എന്നാൽ ഭാസ്കറിനാണെങ്കിൽ എത്രയും വേഗം ബാങ്കിലേക്കും എത്തണം. ഭാസ്കർ ആണെങ്കിൽ നടന്നും ഓടിയുമൊക്കെ ഒരുവിധം ബാങ്കിലേക്കും എത്തി. അപ്പോഴാണ് ഭാസ്കറിനെ ഞെട്ടിക്കുന്ന ആ വാർത്ത ഭാസ്കർ അറിഞ്ഞത്. എന്തെന്നാൽ എല്ലാവരും കരുതിയതും ഭാസ്കർ കരുതിയതും ആ ഒരു പോസ്റ്റിലേക്ക് അവൻ തന്നെ എത്തുമെന്നായിരുന്നു. പക്ഷെ അത് മറ്റൊരാൾക്ക് പോയി. അതിനുള്ള കാരണം ഭാസ്കർ തിരക്കി. ഞാനല്ലേ അതിന് യോഗ്യൻ, എന്തുകൊണ്ട് എനിക്ക് തന്നില്ല എന്നൊക്കെ തിരക്കുന്ന സമയത്തായിരുന്നു ഭാസ്കറിന്റെ കൂട്ടുകാരൻ ആ ഒരു കാര്യം തുറന്നു പറഞ്ഞത്. അവരുടെ ഹെഡ് ആ വ്യക്തിയിൽ നിന്നും കാശ് വാങ്ങിയാണ് ആ പോസ്റ്റ് അയാൾക്ക് നൽകിയത്. മാത്രമല്ല അവർ രണ്ടാളും ഒരേ കാസ്റ്റാണ്. അതുകൊണ്ടാണ് നിനക്ക് ആ പോസ്റ്റ് തരാത്തത്. നീ ആയിരുന്നു അതിലേക്ക് വരാൻ യോഗ്യനെന്നും കൂട്ടുകാർ പറഞ്ഞു. പക്ഷെ അതൊന്നും ഭാസ്കറിന് സഹിക്കുന്നുണ്ടായിരുന്നില്ല. അവന് ഒരുപാട് ദേഷ്യം വന്നു. കാരണം ആ ഒരു പോസ്റ്റിലെത്താനായിട്ട് അവൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. ആ ഒരു പോസ്റ്റ് അവന് കിട്ടിയിരുന്നുവെങ്കിൽ അവന്റെ ജീവിതവും മാറി മറിയുമായിരുന്നു. ആ ഒരു ദേഷ്യത്തിൽ ഭാസ്കർ ആണെങ്കിൽ തന്റെ ഹെഡിനടുത്തേക്ക് പോയി ഒരുപാട് ദേഷ്യപ്പെട്ട് സംസാരിക്കും. ഞാനല്ലായിരുന്നോ സാർ ആ ഒരു പോസ്റ്റിലേക്ക് വരാൻ യോഗ്യൻ, എന്തുകൊണ്ട് എനിക്ക് തന്നില്ല എന്നൊക്കെ ചോദിച്ച് സംസാരിക്കുമ്പോൾ ദേഷ്യം വന്ന ഹെഡാണെങ്കിൽ, ഞാൻ പറഞ്ഞിട്ടാണ് നീ ഇപ്പോൾ ഈ പൊസിഷനിൽ പോലും ഇരിക്കുന്നത്. ഞാനിപ്പോൾ കംപ്ലൈന്റ് ചെയ്താൽ നിന്റെ ഈ ജോലി പോലും തെറിക്കും, നിനക്കത് കാണണോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഭാസ്കർ ആണെങ്കിൽ കരഞ്ഞ് കാല് പിടിക്കുകയാണ്. കാരണം എന്തെന്നാൽ ആ ജോലി കൂടി നഷ്ടമായാൽ ഭാസ്കറിന് പിന്നെ വേറെ വഴിയില്ല. എന്നാൽ മുൻപൊരിക്കൽ ഭാസ്കറിനെ കാണാനായിട്ട് ആന്റണി എന്നൊരാൾ വന്നിരുന്നു. അയാളാണെങ്കിൽ ഒരു ലോണിന് അപ്ലൈ ചെയ്തിരുന്നു 2 ലക്ഷം രൂപയ്ക്ക്. പക്ഷേ ലോൺ എടുക്കാൻ പകരം കൊടുക്കാനായിട്ട് ആന്റണിയുടെ കയ്യിൽ ഒരു ഡോക്യുമെന്റും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഭാസ്കർ ആണെങ്കിൽ ആന്റണിയെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ് ചെയ്തത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് ഭാസ്കറിന്റെ ജോലിയെ തന്നെ ബാധിക്കുമല്ലോ, അത് ഇല്ലീഗലല്ലേ. അങ്ങനെ വീണ്ടും ആന്റണി ഭാസ്കറിനെ കാണുവാനായും എത്തി. ആന്റണിക്കാണെങ്കിൽ എങ്ങനെയും 2 ലക്ഷം രൂപ കിട്ടിയേ തീരൂ. എന്തിനാണ് ആ കാശെന്ന് ഭാസ്കർ തിരക്കുന്ന സമയത്ത് ആന്റണി ഒരു കാര്യം പറയും. ആന്റണി ആണെങ്കിൽ വിദേശത്തു നിന്നും ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ ഇമ്പോർട്ട് ചെയ്യുകയാണ്.
ഷിപ്പിൽ ജോലി ചെയ്യുന്ന കൂട്ടുകാരന്റെ സഹായത്തോടെയാണ് അത് നാട്ടിലേക്ക് കൊണ്ടുവരുന്നതും. അത് കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിയിട്ട് നാട്ടിലാണെങ്കിൽ കൂടിയ വിലയ്ക്ക് മറിച്ചു വെക്കും. ഇന്ന് ഞാൻ 2 ലക്ഷം രൂപ ചിലവാക്കിയാൽ 2 മണിക്കൂർ കൊണ്ട് ഞാനത് ഇരട്ടിയാക്കുമെന്നും ആന്റണി പറയുന്നു. അത് കേട്ടതും ഭാസ്കർ ചോദിക്കുന്നു, അതെങ്ങനെയാ 2 ലക്ഷം രൂപ 2 മണിക്കൂർ കൊണ്ട് ഇരട്ടിപ്പിക്കുന്നത്? അതെങ്ങനെ സാധിക്കും എന്നൊക്കെ ഭാസ്കർ ചോദിക്കുന്നു. ഭാസ്കർ ആണെങ്കിൽ ആന്റണിക്ക് 2 ലക്ഷം രൂപ കൊടുക്കാമെന്നും തീരുമാനിക്കുന്നു. എങ്ങനെയെന്നാൽ ലോക്കറിൽ കാശ് വെക്കുന്നതിന് മുൻപ് തന്നെ ഭാസ്കർ ആണെങ്കിൽ 2 ലക്ഷം രൂപ ആരും അറിയാതെ അതിൽ നിന്നും എടുക്കും. ഇത്രയും നാൾ നല്ലവനായി ജോലി ചെയ്തിട്ട് എന്ത് കിട്ടി? ഇനിയെങ്കിലും തന്റെ ലാഭത്തിനു വേണ്ടി ചിന്തിക്കണമെന്നും ഭാസ്കർ തീരുമാനിക്കുന്നു. അങ്ങനെ ഭാസ്കർ ആരും അറിയാതെ 2 ലക്ഷം രൂപ എടുത്ത് ആന്റണിക്ക് കൊടുത്തു. പകരം ഭാസ്കറിനൊരു ഡിമാൻഡ് ഉണ്ടായിരുന്നു. ആന്റണിക്ക് കിട്ടുന്ന ലാഭത്തില് കുറച്ച് തനിക്കും കിട്ടണമെന്ന്. അതിന് ആന്റണി സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ ആന്റണി പറഞ്ഞതുപോലെ തന്നെ 2 ലക്ഷം രൂപ കൊണ്ടുപോയി ഇലക്ട്രോണിക് സാധനങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുവന്ന് അത് വലിയ വിലയ്ക്ക് ഇവിടെ വിറ്റ് ലാഭമുണ്ടാക്കി. ആന്റണി തനിക്ക് കിട്ടിയ ലാഭത്തിന്റെ പകുതിയാണെങ്കിൽ ഭാസ്കറിനും കൊടുത്തു. 2 ലക്ഷം രൂപ ഒരു ചെറിയ എമൗണ്ട് അല്ലേ, അതുകൊണ്ട് തന്നെ കിട്ടുന്ന ലാഭത്തിൽ നിന്നും 2 ലക്ഷം രൂപ തിരികെ വെക്കും. വീണ്ടും ഇത് തുടർന്നുകൊണ്ടേയിരുന്നു. ആരും അറിയാതെ കാശെടുക്കും, ലാഭം കിട്ടുമ്പോൾ അത് തിരിച്ചു വെക്കും. അങ്ങനെ ഭാസ്കറിന് ഒരുപാട് കാശ് കിട്ടിക്കൊണ്ടേയിരുന്നു. അവന്റെ കടങ്ങളും ബുദ്ധിമുട്ടും എല്ലാം മാറി തുടങ്ങി. അവനാണെങ്കിൽ തന്റെ ഭാര്യയോട്, നിനക്ക് എന്ത് വേണമെങ്കിലും എന്നോടൊപ്പം ചോദിക്കേ, ഞാൻ വാങ്ങിത്തരാമെന്ന് പറയുമ്പോൾ സുമതി പറയുന്നുണ്ട്, ഇത്രയും നാൾ നമ്മൾ എല്ലാവരുടെയും ബർത്ത്ഡേ പാർട്ടിക്കൊക്കെ പോയി, നമ്മുടെ മകന്റെ ബർത്ത്ഡേ നമ്മൾ ആഘോഷിച്ചില്ലല്ലോ, എല്ലാവരും അറിയുന്നത് പോലെ ഗ്രാൻഡ് ആയിട്ട് ആഘോഷിക്കണമെന്നും അവൾ പറയുന്നു. അങ്ങനെ ഭാസ്കർ ആണെങ്കിലും ബർത്ത്ഡേ ആഘോഷിക്കുവാനായും തീരുമാനിച്ചു. അങ്ങനെ ഭാസ്കറിന്റെ മകന്റെ ബർത്ത്ഡേ പാർട്ടി നടക്കുകയാണ്. അത്രയും ഗ്രാൻഡായിട്ട് നടക്കുന്നത് കൊണ്ട് വന്നവരുടെ എല്ലാം കണ്ണു തള്ളി. എവിടുന്നാ ഇത്രയും കാശ് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ബോണസ് കിട്ടി എന്നൊക്കെ ഭാസ്കർ കള്ളം പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ്. ആ പാർട്ടിയിൽ പങ്കെടുക്കുവാനായിട്ട് ആന്റണിയും വരുന്നു. ആന്റണി ആണെങ്കിൽ പറയുകയാണ്, തന്റെ മകൻ US സെറ്റിലാണ്, മകൻ തന്നെ അങ്ങോട്ട് വിളിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് അവന്റെ കാശിനൊന്നും പോയി ജീവിക്കുവാനായും താല്പര്യമില്ല. ലാസ്റ്റ് ആയിട്ട് ഒരു പ്രോജക്റ്റ് കൂടി ചെയ്യണം, അതിൽ കുറച്ച് കാശ് ഒപ്പിക്കണം, എന്നിട്ട് അതുമായി അവിടെ പോയി സെറ്റിൽ ആകണമെന്നാണ് എന്റെ ആഗ്രഹം. ഒരു പ്രോജക്റ്റ് ഒത്തു വന്നിട്ടുണ്ട്, അതിൽ കുറച്ച് വലിയ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം. ഒരു 10 ലക്ഷം രൂപ. ഒരു കാർ ഇമ്പോർട്ട് ചെയ്ത് അതിന്റെ ഡീലറിന് കൊണ്ടുപോയി വിൽക്കണം. എങ്കിൽ ഒരാൾക്ക് 20 ലക്ഷം രൂപ വെച്ച് കിട്ടുമെന്നും ആന്റണി പറയുകയാണ്. അത് കേട്ട ഭാസ്കർ പറയും, ഒരാൾക്ക് 20 ലക്ഷം കിട്ടുമോ? പക്ഷെ 10 ലക്ഷം ബാങ്കിൽ നിന്ന് എടുക്കുന്നതൊക്കെ റിസ്ക് ആണ്, അത് പിടിക്കപ്പെടും, അതെങ്ങനെയാ ചെയ്യുക എന്നൊക്കെ ഭാസ്കർ പറയുന്നുണ്ട്. ഭാസ്കർ ആണെങ്കിൽ വല്ലാതെ ടെൻഷൻ ആവുകയും ചെയ്യുന്നു. പാർട്ടി എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയ ഭാസ്കർ ആണെങ്കിൽ തന്റെ മകനോട് ബർത്ത്ഡേ പാർട്ടി എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിച്ചു. എന്നാൽ മകനാണെങ്കിലും കരയുവാനായും തുടങ്ങി. എന്നിട്ട് മകൻ പറയും, ഇന്നത്തെ പാർട്ടി ഒരുപാട് നന്നായിരുന്നു, എന്റെ കൂട്ടുകാരെല്ലാം എന്നെ കളിയാക്കാറുണ്ടായിരുന്നു, നിനക്ക് മാത്രം ബർത്ത്ഡേ പാർട്ടി ഒന്നും കാണില്ല എന്ന്. അവരെന്നെ അതും പറഞ്ഞ് ഒരുപാട് കളിയാക്കുമായിരുന്നു, എന്നാൽ എനിക്കിപ്പോൾ ബർത്ത്ഡേ പാർട്ടി വെച്ചില്ലേ എന്നൊക്കെ പറഞ്ഞ് അവൻ ഒരുപാട് കരയും. അത് കാണുന്ന ഭാസ്കറിനും ഒരുപാട് സന്തോഷമാകുന്നു. തന്റെ ഫാമിലിക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യണമെന്ന് അവൻ തീരുമാനിക്കുന്നു. അവരുടെ നല്ലതിനു വേണ്ടി അവൻ എന്ത് റിസ്ക് എടുക്കുവാനും തയ്യാറാവുകയാണ്. അങ്ങനെ ഭാസ്കർ ആണെങ്കിൽ ആന്റണിയെ കണ്ടിട്ട് ബാങ്കിൽ നിന്നും 10 ലക്ഷം രൂപ എടുത്തു കൊടുക്കാമെന്നും സമ്മതിക്കുന്നു. അങ്ങനെ ഭാസ്കർ ആരും അറിയാതെ 10 ലക്ഷം രൂപ എടുത്ത് ആന്റണിക്ക് നൽകി. ആന്റണി പറഞ്ഞതുപോലെ തന്നെ ആ കാറും അവർ ഇമ്പോർട്ട് ചെയ്തു. അതിന്റെ ഡീലറിന് കാറ് വിൽക്കുവാനായി കൊണ്ടുപോകുന്ന സമയമായിരുന്നു. പക്ഷെ ആ ഒരു ഡീലറിനെ പോലീസ് അറസ്റ്റ് ചെയ്തതിനാൽ അവർക്ക് കാറ് വിൽക്കുവാനായും പറ്റിയില്ല. ആകെ പ്രശ്നമായി. 10 ലക്ഷം രൂപ എടുത്ത് ചിലവാക്കിയും പോയി. തിങ്കളാഴ്ചയാണെങ്കിൽ ബാങ്ക് ഓപ്പൺ ആവും. അപ്പോഴാണെങ്കിൽ കാശ് കണക്കിലും കാണിക്കണം. എന്ത് ചെയ്യുമെന്നറിയാതെ ടെൻഷൻ അടിച്ചു നിൽക്കുകയാണ് ഭാസ്കർ. അപ്പോൾ ആന്റണി പറയും, ഗോവയിൽ ഒരു ഡീലറുണ്ട്, അയാളുടെ കയ്യിൽ കാർ എത്തിക്കണം, പക്ഷെ അത് റിസ്ക് ആണ്, എങ്ങനെ അവിടം വരെ എത്തിക്കുമെന്ന് അവർ ടെൻഷൻ ആകുന്നു. അതേസമയം തന്നെ ഭാസ്കർ ആണെങ്കിലോ രാഷ്ട്രീയക്കാരെയൊക്കെ ഉൾപ്പെടുത്തി എങ്ങനെയൊക്കെയോ കാറാണെങ്കിൽ ഗോവ വരെ എത്തിച്ചു. ഒരാൾക്ക് 20 ലക്ഷം രൂപ വെച്ച് കിട്ടി. പക്ഷെ ആ ഒരു കാശ് തന്നെ സഹായിച്ച എല്ലാവർക്കും കൊടുക്കേണ്ടി വന്നു. ആയതിനാൽ ഭാസ്കറിന്റെ കയ്യിൽ കുറച്ച് കാശ് മാത്രമാണ് കിട്ടിയത്. ഭാസ്കറിനെ എല്ലാത്തിലും സഹായിക്കുന്നത് കൂട്ടുകാരനായ പ്യൂണായിരുന്നു. അവനും എല്ലാത്തിൽ നിന്നും ലാഭവും കിട്ടുന്നുണ്ട്. അവനും സന്തോഷമാകുന്നു. അങ്ങനെ കിട്ടിയ 20 ലക്ഷവുമായി ആന്റണി ആണെങ്കിൽ അമേരിക്കയിലേക്കും പോയി. ഭാസ്കർ ആണെങ്കിലോ ഇതോടുകൂടി ഇത് അവസാനിപ്പിക്കണം, ഇനി താൻ ഇല്ല എന്ന് തീരുമാനിക്കുന്ന സമയത്ത് കൂട്ടുകാരൻ പറയുന്നുണ്ട്, വേണ്ട, ഇതിലൂടെ നമുക്ക് ഒരുപാട് ലാഭം കിട്ടുന്നില്ലേ, അതുകൊണ്ട് നമുക്കിത് തുടരാമെന്നും കൂട്ടുകാരൻ പറയും. പക്ഷെ ഭാസ്കറിനാണെങ്കിലോ ഒരു ചെറിയ പേടിയുണ്ട്. കാര്യം ആന്റണി ഇതെല്ലാം ഉപേക്ഷിച്ച് US പോയല്ലോ. എന്നാൽ മറ്റൊരു വശത്ത് തിങ്കളാഴ്ച ദിവസമല്ലേ, 10 ലക്ഷം രൂപ എങ്ങനെയും ബാങ്കിൽ വെക്കണം. ഭാസ്കർ ആണെങ്കിൽ കാശുമായി ബാങ്കിലേക്ക് വന്നു. പക്ഷെ ബാങ്കിന് മുന്നിലെല്ലാം പോലീസ് നിൽക്കുന്നുണ്ടായിരുന്നു. താൻ പിടിക്കപ്പെട്ട് കാണുമോ എന്ന ടെൻഷനിലായിരുന്നു ഭാസ്കർ അകത്തേക്ക് കയറിയതും. പക്ഷേ അത് ഭാസ്കറിനുള്ള ചെക്കായിരുന്നില്ല.
അവൻ അസിസ്റ്റന്റ് മാനേജർ പോസ്റ്റ് കൊടുക്കാത്ത ആ ഒരു ജനറൽ മാനേജർ ഉണ്ടല്ലോ, അയാളാണെങ്കിൽ എന്തോ ഒരു പണി ബാങ്കിൽ കാണിച്ചു. അതിനയാളെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ വന്നതാണ്. അപ്പോഴാണ് ഭാസ്കറിന് ഒരു ആശ്വാസമായത്. ഭാസ്കറിന്റെ കയ്യിലാണെങ്കിൽ 10 ലക്ഷം രൂപയുമുണ്ടല്ലോ. അവൻ അതുമായി അകത്തേക്ക് കയറി. എന്നാൽ അതേസമയം തന്നെ അവരുടെ ചെയർമാനാണെങ്കിൽ അവിടേക്ക് വന്നിട്ട് എന്താണ് കയ്യിലെന്ന് ചോദിക്കുന്ന സമയത്ത് ആ പെട്ടിയിൽ ഞാനിപ്പോൾ നാട്ടിലേക്ക് വന്നതല്ലേ ഉള്ളൂ, കുറച്ച് ഡ്രസ്സും സാധനങ്ങളൊക്കെയാണെന്ന് പറയുമ്പോൾ ചെയർമാൻ പറയും, ഇപ്പോൾ ആരെയും വിശ്വസിക്കാൻ പറ്റില്ല, ബാങ്കിൽ കുറച്ച് തിരിമറി നടന്നതല്ലേ ഉള്ളൂ, അതുകൊണ്ട് പെട്ടി തുറന്ന് കാണിക്കുവാനായും പറഞ്ഞു. ഭാസ്കർ ആണെങ്കിൽ പെട്ടി തുറന്ന് കാണിച്ചു. പക്ഷെ അതിൽ കാശില്ലായിരുന്നു. ഭാസ്കർ വരുന്ന വഴിയിൽ തന്നെ കാശ് അവിടെ നിന്ന് മാറ്റിയിരുന്നു. സ്റ്റാഫുകളുടെയൊക്കെ സാധനങ്ങൾ വയ്ക്കുന്ന ആ ഒരു കബോർഡിൽ തന്നെ കാശ് ഒളിപ്പിച്ചു വെച്ചിരുന്നു. ഭാസ്കർ ഒരുവിധം എല്ലാത്തിൽ നിന്നും രക്ഷപ്പെട്ടു. എല്ലാം കഴിഞ്ഞ് ഭാസ്കറിന്റെ കയ്യിൽ അവസാനമായി ലാഭം വന്നത് 6 ലക്ഷം രൂപയാണ്. ഭാസ്കർ ആണെങ്കിൽ തന്റെ വീട്ടിലുള്ളവർക്ക് അതെല്ലാം വീതിച്ചു കൊടുക്കാമെന്നും തീരുമാനിച്ചിരിക്കുകയായിരുന്നു. ആ സമയത്തായിരുന്നു ഭാസ്കറിന്റെ സഹോദരന് അമേരിക്കയിലേക്ക് പോകുവാനായിട്ട് ഒരു ഓഫർ വന്നത്. അതിന് 6 ലക്ഷം രൂപ കെട്ടിവെക്കണം. അവൻ എങ്ങനെയും അതിലേക്ക് കടന്നു കഴിഞ്ഞാൽ രക്ഷപ്പെടുമെന്ന് ഭാസ്കറിന് ഉറപ്പായിരുന്നു. ഭാസ്കർ തന്റെ കയ്യിലിരുന്ന 6 ലക്ഷം രൂപ സഹോദരന് കൊടുത്തു. അവനെ അമേരിക്കയിലേക്കും പറഞ്ഞുവിട്ടു. ഭാസ്കറിന്റെ കയ്യിലാണെങ്കിലോ തന്റെ ഫാമിലിക്ക് വേണ്ടി കരുതാനായിട്ട് ഒന്നും തന്നെയില്ല. ഇനി വീണ്ടും ആ പഴയ പണി തന്നെ ചെയ്യണോ എന്നൊക്കെ ഭാസ്കർ ചിന്തിക്കുന്ന സമയത്തായിരുന്നു ഭാസ്കറിന്റെ ബാങ്കിലെ ചെയർമാനാണെങ്കിൽ അവനൊരു ഓഫർ കൊടുക്കുന്നത്. എന്തെന്നാൽ ജനറൽ മാനേജറിനെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തല്ലോ, ആ ഒരു പോസ്റ്റ് ഇപ്പോൾ വേക്കന്റ് ആണ്. ഇത്രയും നാൾ ജോലി ചെയ്തിരുന്ന ഭാസ്കർ ആണെങ്കിൽ നല്ല എഫിഷ്യന്റ് ആണല്ലോ. ജനറൽ മാനേജർ അറസ്റ്റിലായതോടുകൂടി ചെയർമാൻ ആണെങ്കിലോ അസിസ്റ്റന്റ് മാനേജറിന്റെ സ്ഥാനം ഭാസ്കറിന് നൽകുവാനായും തീരുമാനിച്ചു. കാരണം ഇനി ആ സ്ഥാനത്തിരിക്കാൻ ഏറ്റവും യോഗ്യൻ ഭാസ്കർ തന്നെയാണ്. ഭാസ്കർ ഏറ്റവും ആഗ്രഹിച്ചിരുന്ന ആ ഒരു പൊസിഷൻ ഭാസ്കറിന് കിട്ടുവാനായും പോവുകയാണ്. ഭാസ്കറിനും ഒരുപാട് സന്തോഷമായി. ഇനിയെങ്കിലും സത്യസന്ധനായി ജോലി ചെയ്യണമെന്ന് കരുതി ഭാസ്കർ ആണെങ്കിൽ സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകുവാനായും തീരുമാനിച്ചു. എന്നാൽ സിനിമ തുടങ്ങുന്ന സമയത്ത് ഭാസ്കറിനെ CBI ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതല്ലേ കാണിച്ചത്. അതെന്തിനെന്നാൽ ഒരു സാധാരണ ബാങ്ക് എംപ്ലോയിയുടെ അക്കൗണ്ടിൽ എങ്ങനെ കോടികൾ വന്നു എന്നതാണ് CBI ഉദ്യോഗസ്ഥരുടെ സംശയവും. അത് കണ്ടെത്താനായി ശ്രമിക്കുകയാണ് അവരും. ഭാസ്കർ ആണെങ്കിൽ ഇപ്പോൾ അസിസ്റ്റന്റ് മാനേജർ ആയിരിക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെ ഒരു പ്രധാനപ്പെട്ട ജോലിയാണെങ്കിൽ ഭാസ്കറിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവരുടെ ബാങ്കിൽ ഒരു പ്രധാനപ്പെട്ട വ്യക്തി അക്കൗണ്ട് എടുത്തിട്ടുണ്ട്. അയാളുടെ പേരാണ് അശോക് മേത്ത. ആ അക്കൗണ്ട് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഭാസ്കറിന്റെ ജോലി എന്തെന്നാൽ ബാങ്ക് റെസിപ്റ്റിൽ സൈൻ ചെയ്യണം. അതെന്തിനെന്നാൽ ബാങ്ക് മറ്റൊരു ബാങ്കിന് കടം കൊടുക്കും, പക്ഷേ അത് ഡയറക്റ്റായി പാടില്ല എന്ന് RBI റൂളുണ്ട്. അതിലൊരു ബ്രോക്കർ ഉണ്ട്, അയാളാണ് അശോക് മേത്ത. ബാങ്ക് അശോക് മേത്തയുടെ അക്കൗണ്ടിൽ ക്യാഷ് നൽകും. അതയാൾ കട്ടാരി ബാങ്കിൽ കൊണ്ടിടും. കട്ടാരി ബാങ്ക് ക്യാഷ് അശോക് മേത്തയുടെ അക്കൗണ്ടിലേക്ക് പേ ചെയ്യുമ്പോൾ അതയാൾ തിരികെ ബാങ്കിലും അടയ്ക്കും. ആ ചെക്ക് ഒപ്പിട്ട് നൽകുന്ന ജോലി ഭാസ്കറിന്റേതാണ്. അശോക് മേത്തയ്ക്ക് കമ്മീഷനും കിട്ടും. ഒരിക്കലും ചെക്ക് ഡിലേ ചെയ്യരുതെന്ന് ഭാസ്കർ പറഞ്ഞിരുന്നു. പക്ഷേ അവരത് കേൾക്കില്ല. ചെക്ക് ഡിലേ ആകുന്നതിനനുസരിച്ച് അവർ ഒരു ചെറിയ ഉപഹാരമായി ഭാസ്കറിന് കാശ് നൽകും. ഇനിയെങ്കിലും നല്ലവനായിരിക്കണമെന്ന് കരുതിയ ഭാസ്കർ ആണെങ്കിൽ അശോകിന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ചെക്ക് ചെയ്തു. എന്തൊക്കെയോ തിരിമറി നടക്കുന്നത് ഭാസ്കറിന് മനസ്സിലായി. കട്ടാരി ബാങ്കിൽ അന്വേഷിക്കാമെന്ന് കരുതുമ്പോൾ ആരും റെസ്പോണ്ടും ചെയ്യുന്നില്ല. അശോക് മേത്ത ആ ബാങ്കിനെ തന്നെ വിലക്കി വാങ്ങിയെന്ന് ഭാസ്കർ അറിയുന്നു. ഷെയർ മാർക്കറ്റിൽ അശോക് മേത്തയുടെ പങ്ക് മനസ്സിലാക്കിയ ഭാസ്കർ ആണെങ്കിൽ അന്വേഷിച്ചപ്പോൾ അശോക് ആണെങ്കിൽ തന്റെ പരിചയക്കാരുടെ ഷെയർസ് എല്ലാം വാങ്ങും. എന്നിട്ട് ഷെയർ ആണെങ്കിൽ റേറ്റ് കൂടുമ്പോൾ അത് വിൽക്കും. ഇത് ചെയ്യണമെങ്കിൽ ഒരുപാട് ക്യാഷ് വേണം, പക്ഷേ ഇത് ഇല്ലീഗലാണെന്ന് പറയും. അതെല്ലാം ചിന്തിച്ച ഭാസ്കർ ആണെങ്കിൽ അശോക് പറയുന്നത് അനുസരിക്കുവാനായും തീരുമാനിച്ചു. അശോകിന്റെ കൂടെ നിന്നാൽ ഒരുപാട് ലാഭം ഭാസ്കറിന് കിട്ടുമല്ലോ. അശോകിന്റെ കൂട്ടാളിയെ കണ്ട് വിലപേശുകയാണ് ഭാസ്കർ. നിങ്ങൾ തരുന്ന ഓരോ ചെക്കിനും 10% കമ്മീഷൻ എനിക്ക് വേണം. നിങ്ങൾ ഷെയർ വിൽക്കുമ്പോൾ അത് മുൻപേ ഞാൻ അറിയണം. എങ്കിൽ ഞാൻ എല്ലാത്തിനും കൂട്ടു നിൽക്കാമെന്നും ഭാസ്കർ പറഞ്ഞു. അതിനവർ സമ്മതിക്കുകയും ചെയ്തു. അവർ പറയുന്ന ഷെയർ എല്ലാം വാങ്ങുകയും വിൽക്കുകയും ഒക്കെ ചെയ്യുന്നത് ഭാസ്കർ ആയിരുന്നു. അതിലൂടെ 25 ലക്ഷം ഭാസ്കറിന്റെ കയ്യിൽ വന്നു. പക്ഷെ അതൊക്കെ ബ്ലാക്ക് മണിയാണ്. കാശ് വെളുപ്പിക്കാൻ ആന്റണിക്കൊപ്പമുള്ള ഒരാളെ കൂട്ടുകൂടും. ലോട്ടറി വഴിയാണ് കാശ് വെളുപ്പിച്ചതും. ലോട്ടറി അടിക്കുന്ന നമ്പർ ഭാസ്കറിന് അറിയാം. അങ്ങനെ കുറെ കാശ് ഭാസ്കറിനും കിട്ടി. മാത്രവുമല്ല കയ്യിൽ വന്ന 59 ലക്ഷം ഒറ്റ ദിവസം കൊണ്ട് ഭാസ്കർ ചിലവഴിച്ചു. CBI ഉദ്യോഗസ്ഥൻ എങ്ങനെയാണ് കാശ് ഒറ്റ ദിവസം കൊണ്ട് തീർത്തത് എന്ന് ചോദിക്കും. ഭാസ്കർ പറയും, സഹോദരിയുടെ കല്യാണമായി സ്വർണം വാങ്ങി, പിന്നെ ഡ്രസ് എടുത്തു, അതും ഏറ്റവും കൂടിയത്. ഭാര്യയ്ക്കാണെങ്കിൽ ഹോം മെയ്ഡ് ഫുഡ്സ് ഒക്കെ ബിസിനസ് ചെയ്യണമെന്നാണ് ആഗ്രഹവും. ഭാസ്കർ ആണെങ്കിൽ ബിസിനസ്സും ആരംഭിച്ചു. ഭാസ്കറിന്റെ ലക്ഷ്യം വിദേശത്തൊക്കെ എക്സ്പോർട്ട് ചെയ്ത് തന്റെ കയ്യിലുള്ള ബ്ലാക്ക് മണി വൈറ്റ് ആക്കണമെന്നായിരുന്നു. അത് ഭാര്യയ്ക്ക് അറിയില്ല. ബിസിനസ് നന്നായി പോകും, അതിനനുസരിച്ച് ബ്ലാക്ക് വൈറ്റായി മാറിക്കൊണ്ടേയിരുന്നു. ഒരുപാട് കാശും സമ്പാദിച്ചു.
അതിന്റെ അഹങ്കാരവും ഭാസ്കറിന് വന്നു തുടങ്ങി. ഇനിയും ഇനിയും സമ്പാദിക്കണം എന്ന ചിന്ത അവന് വന്നു തുടങ്ങി. കുടുംബത്തെ പോലും അവൻ മറന്നു തുടങ്ങിയിരുന്നു. അത് മനസ്സിലാക്കിയ ഭാര്യയാണെങ്കിൽ ഭാസ്കറിനോട് മിണ്ടാതായി. അതെല്ലാം കേട്ടുകൊണ്ടിരുന്ന CBI ഓഫീസർ ചോദിക്കും, അപ്പോൾ ഭാര്യയുടെ ബിസിനസ് എന്തിനാ നിങ്ങൾ ക്ലോസ് ചെയ്തത്? അതിന് ഭാസ്കർ മറുപടി നൽകുന്നു, ഒരിക്കൽ കട്ടാര ബാങ്കിന്റെ മാനേജർ മഗധ ബാങ്കിലേക്ക് വരും. ഒരു ലോക്കർ റെഡിയാക്കുന്ന കാര്യം സംസാരിക്കുവാനായി എത്തിയതായിരുന്നു. അപ്പോൾ കട്ടാര ബാങ്കിൽ നിന്നുമുള്ള BR പേപ്പർ അവിടെ വരുന്നത് കണ്ടു. ബാങ്ക് മാനേജർ വഴി ഭാസ്കർ കുറച്ച് കാര്യം അറിയും. കട്ടാര ബാങ്കിൽ നിന്നും ഫേക്ക് ആയിട്ടുള്ള പേപ്പർ റെഡിയാക്കി ഫേക്ക് സീലൊക്കെ ചെയ്ത് പല തവണയായി മഗധ ബാങ്കിൽ നിന്നും കടമടയ്ക്കുന്നത് പോലെ ചെയ്യുന്നുണ്ട്. ഇത് പുറത്തറിഞ്ഞാൽ പ്രശ്നമാകുമെന്ന് മനസ്സിലാക്കി ആ കട്ടാര ബാങ്ക് മാനേജർ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചും പോകുന്നു. അത് കണ്ട ഭാസ്കർ ഇനി ഈ പരിപാടി നിർത്തണമെന്നും തീരുമാനിച്ചു. ഇല്ലെങ്കിൽ ഭാസ്കറിന്റെ അവസ്ഥയും മോശമാകുമെന്ന് ഭാസ്കറിന് അറിയാമായിരുന്നു. അതിനുശേഷം വന്ന ഫേക്ക് ഡോക്യുമെന്റ്സ് ഒന്നും ഭാസ്കർ ഒപ്പിട്ടില്ല. അത് മനസ്സിലാക്കിയ ജനറൽ മാനേജർ ആണെങ്കിൽ പ്രശ്നമുണ്ടാക്കി. ഭാസ്കറിന് ഓവറായി പ്രഷർ കൊടുക്കും. എന്നാൽ ഭാസ്കറിനാണെങ്കിൽ അത് താങ്ങാനായില്ല. ജോലി റിസൈൻ ചെയ്തു. ജനറൽ മാനേജർ തന്നെ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിച്ചുവെന്ന് മറ്റുള്ളവർക്ക് മുന്നിൽ പ്രശ്നമുണ്ടാക്കിയാണ് ഭാസ്കർ ഇറങ്ങിയതും. അടുത്ത ദിവസം മഗധ ബാങ്കിനെ പറ്റി അന്വേഷിച്ചു വരുന്ന കോളുകളെല്ലാം ഭാസ്കർ ഒഴിവാക്കും. അങ്ങനെ നടക്കാൻ പോവുകയായിരുന്ന ഭാസ്കറിനെയാണ് CBI ഓഫീസർ പൊക്കിയതും. CBI ഓഫീസർ പറയും, ഞാൻ ഇൻകം ടാക്സിൽ പറഞ്ഞാൽ നിന്നെ അവർ പൊക്കും. നിനക്ക് ഇതിൽ നിന്നും ഒഴിയണോ? എങ്കിലൊരു കാര്യം ചെയ്, ഈ 100 കോടിയും ചെയർമാന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്. അതിൽ നിന്നും CBI ഓഫീസറും ചെയർമാനും ഒക്കെ ഈ തിരിമറിയുടെ പിന്നിലുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ ഭാസ്കർ ആണെങ്കിലോ ചെയർമാനെ ചെന്ന് കാണുകയാണ്. കാശ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുവാനായും തീരുമാനിച്ചു. ചെയർമാൻ പറഞ്ഞതനുസരിച്ച് 3 ചെക്ക് 3 ഡേറ്റിൽ എഴുതി നൽകി. നിനക്ക് വിഷമമില്ലേ എന്ന് ഭാസ്കറിനോട് ചോദിച്ചപ്പോൾ ചൂതാടി കിട്ടിയ പണം ചൂതാട്ടത്തിൽ തന്നെ പോയി, അത്ര തന്നെ എന്ന് പറഞ്ഞിട്ട് ഭാസ്കർ അവിടെ നിന്ന് പോകും. എന്നാൽ ചെയർമാൻ ആണെങ്കിലോ ചെക്ക് മാറാനായി നോക്കിയപ്പോഴാണ് ഒരു ട്വിസ്റ്റ്. ഭാസ്കർ 10 ദിവസം മുൻപേ തന്നെ ബാങ്ക് അക്കൗണ്ട് ഡീആക്ടിവേറ്റ് ചെയ്തിരുന്നു. മുഴുവൻ പണവും എടുത്തിട്ടാണ് അക്കൗണ്ട് ക്ലോസ് ചെയ്തതും. ആ ബാങ്കിൽ മാസത്തിൽ 1 തവണയാണ് അക്കൗണ്ട് ഇൻഫർമേഷൻ അപ്ഡേറ്റ് ചെയ്യുക. അതുകൊണ്ടാണ് ഭാസ്കറിന്റെ അക്കൗണ്ട് അപ്ഡേറ്റ് ആകാതെ 100 കോടി കാണിക്കുന്നതും. അവർക്കിട്ട് ഭാസ്കർ നല്ല പണി കൊടുത്തു. ഭാസ്കറിന് ഇതിനെല്ലാം ഐഡിയ പറഞ്ഞു കൊടുത്തത് ഒരു കാലത്ത് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിരുന്ന അച്ഛനായിരുന്നു. ഈ 100 കോടി കാശിന്റെ പ്രശ്നം പറഞ്ഞപ്പോൾ കാശ് മാറ്റിയാൽ മാത്രം പോരാ, ഈ നാട് വിട്ടു തന്നെ പോകണം. അമേരിക്കയിൽ 1 കോടി ഇൻവെസ്റ്റ് ചെയ്താൽ നിനക്കും ഫാമിലിക്കും ഗ്രീൻ കാർഡ് കിട്ടും. 5 വർഷം തുടർന്ന് ബിസിനസ് ചെയ്താൽ സിറ്റിസൺഷിപ്പും കിട്ടുമെന്ന് അച്ഛൻ പറഞ്ഞു. അപ്പോൾ ഭാസ്കറിന് ആന്റണി അമേരിക്കയിലുള്ള കാര്യം ഓർമ്മ വന്നു. ആന്റണിയെ വിളിച്ച് സഹായം ചോദിക്കും. അമേരിക്കയിൽ ഒരു ഹോട്ടൽ വിൽക്കാനുണ്ട്, $25 മില്യൺ വേണമെന്ന് പറയും. പക്ഷേ ഹോട്ടൽ വാങ്ങാൻ തീരുമാനിച്ചാലും കാശ് വൈറ്റ് ആക്കണമല്ലോ. അതിന് ഇൻകം ടാക്സിൽ നിന്നും ഒരു ലെറ്റർ വേണം. അച്ഛന്റെ സ്വാധീനം ഉപയോഗിച്ച് അച്ഛനാണെങ്കിലോ ലെറ്ററും വാങ്ങി നൽകി. ഭാസ്കർ ആണെങ്കിൽ ഫാമിലിയായി US-ലേക്കും പോയി. പോകും മുൻപ് 2 ബാങ്കിലും കള്ളത്തരം ചെയ്തിരുന്നവർക്കിട്ട് പണി കൊടുത്തിട്ടാണ് പോയതും. CBI ഓഫീസർ വരെ പിടിയിലായി. അങ്ങനെ അമേരിക്കയിലുള്ള ഭാസ്കറിനെ കാണിക്കും. ഭാസ്കർ ആ ഒരു ഹോട്ടൽ വാങ്ങി. ഭാസ്കർ ഇന്റർനാഷണൽ ഹോട്ടൽ എന്ന് പേരാക്കി വലിയൊരു ബിസിനസ്സുകാരനായി ഭാസ്കർ മാറി. ഒരു റിച്ച് ലൈഫ് ജീവിക്കുകയാണ്. ഭാസ്കറിന്റെ ബുദ്ധിയാണ് അവനെ ഈ ഒരു വിധം എത്തിച്ചതും. അതോടുകൂടി സിനിമ അവസാനിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.